ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പേഴ്സണൽ ഹൈജീൻ എന്താന്ന് നോക്കാം. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വം, എന്താ പറയാ, വ്യക്തി ശുചിത്വം അഥവാ പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നമ്മളുടെ ഹെൽത്തിന് വേണ്ടി, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ, നമ്മളുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് നമുക്ക് എന്തൊക്കെയാണെന്ന് കുറച്ച് നോക്കാം. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ പറഞ്ഞുതരാം. അപ്പോൾ പേഴ്സണൽ ഹൈജീനിൽ മെയിൻ ആയിട്ടുള്ളത് ടേക്ക് എ ബാത്ത് എവറി ഡേ. இந்த പേഴ്സണൽ ഹൈജീനിലെ ഫസ്റ്റ് വൺ എന്താണ്? ടേക്ക് എ ബാത്ത് എവറി ഡേ. ഡെയിലി നിങ്ങൾ കുളിക്കണം. ഡെയിലി 2 times 3 times ഒന്നും കുളിക്കണം എന്ന് പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച്. പക്ഷേ ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യം കുളിച്ചിരിക്കണം. ടേക്ക് എ ബാത്ത് എവറി ഡേ. നെക്സ്റ്റ്, ബ്രഷ് യുവർ ടീത്ത് ടോയ്സ് എ ഡേ. ഓക്കെ, ബ്രഷ് യുവർ ടീത്ത് ടോയ്സ് എ ഡേ. ദിവസം 2 പ്രാവശ്യം നിങ്ങൾ മോർണിംഗ് ആൻഡ് ഈവനിങ്. ഓക്കെ, ആ ഈവനിങ്ങിൽ നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷവും മോർണിംഗ് നിങ്ങളുടെ ബെഡ് ടൈം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ മോർണിംഗ് ആൻഡ് ഈവനിങ് നിങ്ങൾ 2 times ബ്രഷ് ചെയ്തിരിക്കണം. ടേക്ക് എ ബാത്ത് എവറി ഡേ, ബ്രഷ് യുവർ ടീത്ത് ടോയ്സ് എ ഡേ. നെക്സ്റ്റ് എന്ത് പറയാം? ട്രിം യുവർ നെയിൽസ് റെഗുലർലി. എന്ത് പറയാം? നമ്മുടെ നഖമില്ലേ, നമ്മുടെ ഫിംഗേഴ്സ് ആയിക്കോട്ടെ, ടോസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കാണപ്പെടുന്ന നെയിൽസ് നമ്മൾ എന്താ ചെയ്യുക? റെഗുലർ ആയിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, ട്രിം യുവർ നെയിൽസ് റെഗുലർലി, ടേക്ക് എ ബാത്ത് എവറി ഡേ, ബ്രഷ് യുവർ ടീത്ത് ടോയ്സ് എ ഡേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം ഈറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ, ഡോണ്ട് ഈറ്റ് junk food. Eat healthy food. Eat healthy food. Take a bath every day. Brush your teeth twice a day. Trim your nails regularly. ഓക്കെ, വൺസ് ഇൻ എ വീക്കിലെങ്കിലും നിങ്ങൾ നെയിൽസ് ട്രിം ചെയ്തിരിക്കണം. അതുപോലെ ഫുഡ്, എന്ത് ഫുഡ് നിങ്ങൾ കഴിക്കുക? മാക്സിമം ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക. ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ പോകുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഫുഡ് വെയർസ് യൂസ് ചെയ്യുക. ഓക്കെ, മാക്സിമം ടൈമിൽ നമ്മൾ ഫുഡ് വെയർസ് യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ഫുഡ് വെയർസ് വെൻ യു ആർ ഗോയിങ് ഔട്ട്സൈഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി യൂസിങ് സോപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യുവർ മീൽസ്. ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും ഫുഡ് കഴിച്ചതിന് ശേഷവും നിങ്ങൾ എന്താ ചെയ്യുക? സോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ വൃത്തിക്ക് കഴുകുക. ആഹാരം കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് വെച്ച് നമ്മുടെ കൈകൾ വൃത്തി കഴുകുന്നത് എപ്പോഴും നല്ല തന്നെയായിരിക്കും. അതുപോലെ കുട്ടികൾ, നിങ്ങൾ പുറത്ത് കളിക്കാൻ പോകത്തില്ലേ, കളിച്ചിട്ട് വരുന്ന സമയത്ത് കയ്യും കാലും വൃത്തിക്ക് കഴുകുക. മനസ്സിലായോ എന്തൊക്കെയാണെന്നുള്ളത്? നിങ്ങൾ കയ്യും കാലും വൃത്തിക്ക് കഴുകുക. ഫുഡിന് മുന്നേയും അതുപോലെ വെളിയിൽ പോയിട്ട് വരുന്ന ടൈമിലും കയ്യും കാലും വൃത്തിക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വെളിയിൽ പോകുന്ന ടൈമിൽ ഫുഡ് വെയർസ് യൂസ് ചെയ്യുക. ഡെയിലി നിങ്ങൾ കുളിച്ചിരിക്കണം, ബ്രഷ് ചെയ്യണം. വേറെ എന്ത് ചെയ്യുക? നിങ്ങളുടെ നെയിൽസ്, നിങ്ങളുടെ ടോസിലായിക്കോട്ടെ, നിങ്ങളുടെ ഫിംഗേഴ്സിലായിക്കോട്ടെ, നെയിൽസ് നിങ്ങൾ റെഗുലറായിട്ട് കട്ട് ചെയ്യുക. മനസ്സിലായ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഔട്ട്സൈഡ് പ്ലേ, ചെറിയ എക്സസൈസുകൾ, അത് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇൻഡോർ ഗെയിംസ് മാത്രമല്ല, ഔട്ട്ഡോർ ഗെയിംസ് മസ്റ്റായിട്ടും കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫിസിക്കൽ ഗ്രോത്തിനായിക്കോട്ടെ, എല്ലാത്തിനും നല്ലതാണ്. എന്താ? നിങ്ങൾ ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് പ്ലേ. ഓക്കെ, ഇൻഡോർ ഗെയിംസ് അല്ല, ഔട്ട്ഡോർ ഗെയിംസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. പുറത്തു പോയി കുഞ്ഞുങ്ങൾ കളിക്കണം. മൊബൈൽ അധികം യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം അധികം കൊടുക്കാതെ പുറത്തു പോയി ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുക. ഓക്കെ, അതുപോലെ ചെറിയ എക്സസൈസുകൾ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസുകളോ യോഗകളോ ചെറുതായിട്ട് നിങ്ങൾ ഒരു 10 to 15 minutes മതി, അത് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ ഉൾപ്പെടുത്താം. മനസ്സിലായോ? ഈ പേഴ്സണൽ ഹൈജീൻ നിങ്ങൾ ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റാം? നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഡെയിലി നമ്മൾ കാണുന്ന കുറച്ച് ഡിസീസുകളുണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് രോഗാവസ്ഥകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരാൾക്കുള്ള രോഗം വേറൊരാൾക്ക് വരുന്നു ഇല്ലേ? നമ്മൾ അതിനെ എന്ത് പറഞ്ഞു? നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നു. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഒരാൾക്കുള്ള രോഗം വേറൊരാൾക്ക് വരും. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ അടുത്ത് തുമ്മുമ്പോൾ ആ ഫ്രണ്ടിനുള്ള പനി നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? അതെങ്ങനെ വരുന്നു? ആ ഫ്രണ്ടിന്റെ ബോഡിയിലെ പനി ഇറങ്ങി നമ്മുടെ ബോഡിയിൽ വരുവാണോ? അങ്ങനെയാണോ നമുക്ക് പനിയാവുന്നത്? അതിനൊരു കാരണം വേണ്ടേ? ഒരു അസുഖമുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോയിരുന്നു, അയാളെ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ അയാൾ കഫ് ചെയ്തു, അയാൾ സ്നീസ് ചെയ്തു, അപ്പൊ നമുക്ക് അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവണ്ടേ? എന്താ റീസൺ? അതിന്റെ റീസൺ ആണ് രോഗാണു അഥവാ പാത്തോജൻസ്. എന്ത് പറയാം നമുക്ക്? പാത്തോജൻസ്.
അസുഖം ഉള്ള ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അയാളെ ടച്ച് ചെയ്യുമ്പോഴോ ആ അസുഖം അഫക്റ്റഡ് പേഴ്സന്റെ ബോഡിയിൽ രോഗാണു അഥവാ പാത്തോജൻ ആണ് വെളിയിൽ വരുന്നത്. മനസ്സിലായില്ലേ? ആ പാത്തോജൻ വെളിയിൽ വന്നിട്ട് എന്താ സംഭവിക്കുക? നമ്മളുടെ ബോഡിയിലുമായിട്ട് കോണ്ടാക്ട് വന്ന് അസുഖം നമുക്കാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പാത്തോജൻസ്? എന്താ പാത്തോജൻസ്? പാത്തോജൻസ് ആർ ദ carriers of diseases. Okay, what are pathogens? Pathogens are the carriers of diseases. അപ്പോൾ പാത്തോജൻ എന്താന്ന് നോക്കാം. പാത്തോജൻ എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. മൈക്രോ ഓർഗാനിസം എന്താ? നമ്മൾ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് ആർ സ്മോൾ ഓർഗാനിസംസ് ദാറ്റ് വി cannot see through our naked eyes. We can see only through microscope. Okay, so pathogens are microorganisms like bacteria, virus and fungus that we can only through microscope. Okay, we cannot see through our naked eyes. Okay, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിൽ കൂടി മാത്രം കാണാൻ സാധിക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലത്തെ മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാത്തോജൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ പാത്തോജൻസ് ആണ് നമുക്ക് അസുഖം തരുന്നത്. ഒരാൾക്കുള്ള അസുഖം വേറൊരാളിലേക്ക് സ്പ്രെഡ് ആവാൻ ആരാണ് കാരണമാകുന്നത്? നമ്മുടെ ഈ പാത്തോജൻസ് ആണ്. മനസ്സിലായില്ലേ? സോ നമ്മളിപ്പം പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് അസുഖം തരുന്നത്. അവരാണ് നമുക്ക് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കുള്ള അസുഖം സ്പ്രെഡ് ആവാൻ റീസൺ അവരാണ് എന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ ലോകത്തുള്ള ഈ നമ്മുടെ എർത്തിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസ് ഡേഞ്ചറസ് ആണോ? അതിന്റെ ആൻസർ പറഞ്ഞേ. ഒരാളിലുള്ള അസുഖം വേറൊരാളിലേക്ക് വരുന്നത് ഓക്കെ, സ്വാഭാവികമായിട്ടും അത് ഡേഞ്ചറസ് ആണ്. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസും ഡേഞ്ചറസ് ആണോ? നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസംസും ഈ വേൾഡിൽ ഇല്ലേ? ഉണ്ട്. എല്ലാ മൈക്രോ ഓർഗാനിസംസും ഡേഞ്ചറസ് അല്ല, അല്ലേ? നമ്മൾ പറഞ്ഞു ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അസുഖം വരാൻ കാരണം ഫംഗസ്, ബാക്ടീരിയ, വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിലെ ചിലര് മാത്രമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്, ചിലർ എന്തല്ല ഡേഞ്ചറസ് അല്ല. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ, ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനും നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഡൈജഷൻ നേരെ നടക്കുന്നതിനായിക്കോട്ടെ, നമ്മുടെ ഫങ്ഷനിങ് പ്രോപ്പർ നടക്കുന്നതിനായിക്കോട്ടെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ബാക്ടീരിയാസ്, കുറേ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഭൂമിയിലുണ്ട്. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.